എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ഉള്ളിലാ? ഉപരിയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിസ്സമാ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും ആകാശത്തിൽ എന്നതിന് അർത്ഥം പറഞ്ഞുകൊണ്ട് പല ആളുകൾ ധരിച്ചിട്ടുള്ള ആകാശത്തിന്റെ ഉള്ളിലാന്നാണ്. ഒരിക്കലുമല്ല. ഉപരിയിൽ, അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് എന്ത്? അലിയ, ഉന്നതൻ, ഏറ്റവും മേലെയുള്ളവൻ. ചില പെണ്ണുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അള്ളാഹുവിടെ എല്ലായിടത്തും ഉണ്ട് അള്ളാഹു എന്ന് പറയും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ബാത്റൂമിൽ അള്ളാഹ് ഉണ്ടോ? അവിടെ ഒന്നുമില്ല. ടോയ്ലറ്റിൽ അള്ളാഹ് ഉണ്ടോ? അവിടെ ഒന്നുമില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾ ഇതിൽ അള്ളുണ്ടല്ലോ, അപ്പോൾ ഉണ്ട്, അള്ളുണ്ട്, അതെല്ലായിടത്തും ഉണ്ടല്ലോ. ഞാനിതിങ്ങനെ ചുരുട്ടി പിടിച്ച് പിടിച്ചെറിഞ്ഞു, ഞാൻ പിടിച്ച് വലിച്ചെറിഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അള്ളാഹുവിനെ ചുരുട്ടി പിടിച്ച് വലിച്ചെറിഞ്ഞ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര ഗൗരവമുള്ള കാര്യമാണത്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന വാദം അള്ളാഹ് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അള്ളാഹു ഇല്ല എന്നൊരാൾ പറയുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഏത്? അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത്. അള്ളാഹു ഉപരിയിലാണ്, എല്ലാത്തിനും മുകളിൽ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുക? നമ്മളെ ഫിത്ര, നമ്മുടെ മനസ്സ് വരെ പറയുന്ന കാര്യമാണത്. ഇങ്ങനെ പ്രാർത്ഥിക്കുക, എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അമുസ്ലിങ്ങൾ വരെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, മുകളിലുള്ളവെന്നേ പറയുള്ളൂ, മേലൊക്കെ ഒരു നോക്കുക. മനസ്സിന്റെ ഉള്ളിലുള്ള ഫിത്ര, പരിശുദ്ധമായ ഫിത്ര, അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഫിത്രത്ത് വരെ നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹു മുകളിലാണ്, ഉപരിയിലാണ്. നിരീശ്വരവാദികൾ വരെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് മുകളിലുള്ളവനെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ അതുണ്ട്. എത്ര നിങ്ങൾ നിഷേധിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മുകളിലാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ആടിനെ മേയ്ക്കുന്ന ഒരു അടിമ സ്ത്രീയോട് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ന അല്ലാഹ്, അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫിസ്സമാ, ഉപരിയിലാണ് എന്ന്. ഫിസ്സമാ എന്നുള്ളതിന്റെ അർത്ഥം ഉപരിയിൽ നിന്നാണ്. അറബിയിൽ എപ്പോഴും ഫീ എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്നല്ല അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അള്ളാഹു ഏറ്റവും മുകളിലാണ്, ഏറ്റവും ഉപരിയിലാണ്. മലക്കുകൾ എവിടുന്ന് ഇറങ്ങി വരല്? മേലെന്നാണ്. മലക്കുകൾ എവിടെ ഉള്ളത്? അള്ളാഹിന്റെ അടുക്കലാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകൾ മേലെന്നാണ് ഇറങ്ങി വരുന്നത്. അതെന്താണ് തെളിയിക്കുന്നത്? അള്ളാഹു മേലെയാണ്. ഖുർആൻ എവിടുന്ന് ഇറക്കിയത്? ആകാശത്തു നിന്നാണ്. അള്ളാഹു മേലെയാണ്. അള്ളാഹിന്റെ കലാമാണിത്. അപ്പൊ അത് മേലെന്നാണ് ഇറങ്ങിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു മുകളിലാണ്, ഉപരിയിലാണ്. ഇത് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ബാലരമ്യയും ബാലഭൂമിയും ഒക്കെ വായിച്ചിട്ട് കുട്ടികളെ വിചാരം എന്താണ്? അള്ളാഹ് എല്ലായിടത്തുണ്ട് എന്നാണ്. ഭഗവാൻ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് തന്നെ. അപ്പൊ ഇത്തരം വിശ്വാസ വൈകല്യങ്ങൾ നമ്മൾ മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഏറ്റവും നിർബന്ധമായ വാജിബാണ്, ഏറ്റവും നിർബന്ധമായ ബാധ്യതയാണ് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക.